ആധുനിക കേരളം വായിക്കുകയും അറിയുകയും ചെയ്ത വളരെ സുപ്രധാനമായ ഒരു വ്യക്തിത്വത്തിൻ്റെ മരണാനന്തരം ചേർന്നിരിക്കുന്ന ഈ അനുസ്മരണ സംഗമത്തിൽ വേദിയിലിരിക്കുന്ന ബഹുമാനിതരായ നേതാക്കൾ, വ്യത്യസ്ത സാമൂഹിക മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ. കൊച്ചേട്ടനെ പറയാനല്ല ഞാൻ ശരിക്കും വന്നത്, കൊച്ചേട്ടനെ കേൾക്കാനാണ് വന്നത്. പ്രത്യേകിച്ച് നേരത്തെ അനൂപ് ഏറ്റവും ജൂനിയർ ആയിരിക്കുന്ന മുപ്പരായിരിക്കുന്നത് പറഞ്ഞിരുന്നു. എന്നൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് മുപ്പര് അത് പറഞ്ഞതെന്നറിയില്ല. പിന്നെ കൊച്ചേട്ടനോടൊപ്പം സംസാരിക്കാനും ധാരാളമായി ഇടപഴകാനും ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ഈ വ്യതിരിക്കുന്ന ഒരാളായിരിക്കും ഞാൻ ചെയ്യുന്നത്. കൊച്ചേട്ടനുമായി എൻ്റെ ബന്ധം അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെയും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയുമാണ്. ഞാൻ ഇവിടെ വന്ന കാര്യങ്ങൾ വീണ്ടും പറയുന്നില്ല. അത്തരമൊരു തലമുറയിൽ നിന്ന് ഒരാൾ കൊച്ചേട്ടനെ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, നേരത്തെ വാസുവേട്ടൻ സൂചിപ്പിക്കുകയുണ്ടായി, നമുക്ക് അദ്ദേഹത്തെ ഒരു കള്ളികളിൽ അദ്ദേഹത്തെ തീർത്തു വെക്കാൻ കഴിയില്ല. ആരായിരുന്നു കൊച്ചേട്ടൻ ചോദിച്ചാൽ നമുക്കൊരു കള്ളിയിൽ അദ്ദേഹത്തെ വരച്ചു വെക്കാൻ കഴിയില്ല. എഴുത്തുകാരൻ, സാഹിത്യകാരൻ, സാമൂഹിക വിമർശകൻ, സാഹിത്യ വിമർശകൻ, ഒരു പ്രത്യേകമായ സ്വഭാവത്തിലുള്ള ലാവണ്യശാസ്ത്രത്തെ വികസിപ്പിച്ച ഒരു മനുഷ്യൻ, സാമൂഹിക പ്രവർത്തകൻ, സമരനായകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ, ഇങ്ങനെ പല കണ്ണികളിലായി തെറിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വം നമുക്ക് കൊച്ചേട്ടന് കാണാൻ കഴിയും. നിൽക്കുന്ന വാസോട്ട് സൂചിപ്പിച്ചതുപോലെ ഒരു പോസ്റ്റ് മോഡേണിസത്തിന്റെ ആശയതലങ്ങൾ പറയുമ്പോൾ തന്നെയും അതിനെ വളരെ സുന്ദരമായി വ്യക്തിജീവിതത്തിൽ പ്രതിഫലിപ്പിച്ച ഒരാൾ കൂടിയായി കൊച്ചേട്ടനെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ വളരെ പ്രത്യേകമായി കൊച്ചേട്ടനിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, പല കലർപ്പുകളോടും ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തെ ഒരു ജാതി വിമർശകൻ അല്ലെങ്കിൽ ഒരു ജാതിയെക്കെതിരെ എഴുതുന്ന ഒരാൾ എന്നതിനപ്പുറത്ത് നിന്നുകൊണ്ട് കേരളത്തിലെ വ്യത്യസ്ത സമുദായങ്ങളുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്നുള്ള പുതിയ ആക്ടിവിസ്റ്റുകളെ, പുതിയ സാമൂഹിക പ്രവർത്തകരെ, പുതിയ അക്കാഡമിഷ്യൻസ്, അവരുമായി വളരെ ദീർഘമായ സ്വഭാവത്തിലുള്ള സംവാദങ്ങൾ സംഘടിപ്പിക്കാനും വ്യക്തിപരമായി അവരുമായി വലിയ തോതിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാനും അവരുമായി വലിയ അടുപ്പം സ്ഥാപിക്കാനും അതിൻ്റെ ഇടവേളകളിൽ പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ ഞാൻ വിചാരിക്കുന്നു കേരളത്തിൽ അത്രയൊന്നും അധികം ആളുകൾക്ക് സാധിക്കാത്ത സ്വഭാവത്തിലുള്ള ഒരു സംഭാവന അർപ്പിക്കുവാൻ കഴിഞ്ഞു. അത് ഏറ്റവും ആധുനികമായ സ്വഭാവത്തിൽ ഏറ്റവും പുതിയ തലമുറയിൽ വരെ അതിന്റെ സ്വാധീനങ്ങൾ നിലനിർത്തുവാൻ കഴിഞ്ഞ ഒരു എഴുത്തുകാരനും ഒരു സാമൂഹിക പ്രവർത്തകനുമായി കൊച്ചേട്ടനെ നമുക്ക് കാണാൻ കഴിയും. മുസ്ലിം സമൂഹത്തിൽ നിന്നിട്ടുള്ള പുതിയ അക്കാഡമിഷ്യൻസ്, നിങ്ങളെ കേരളത്തിലുള്ള ഇപ്പോൾ പിന്നെ അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലൊക്കെ PhD ചെയ്യുന്ന മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരുടെ ചോദിച്ചാൽ കൊച്ചേട്ടനെ അവർ കാണാൻ കഴിയും. പലപ്പോഴും അവർക്ക് അവരുടെ റെഫറൻസ് പോയിന്റ് ആയിക്കൊണ്ടും അവരുടെ ആശയങ്ങളെ എപ്പോഴും പറയുവാൻ കഴിയുന്ന ഒരു മനുഷ്യനായിക്കൊണ്ട് കൊച്ചേട്ടനെ അവർക്ക് അടുത്ത് ഇടപെടാൻ കഴിയുന്ന സ്വഭാവത്തിൽ അത്തരമുള്ള ജനറേഷൻസിനിടയിലും വ്യത്യസ്തങ്ങളായ സമുദായങ്ങൾക്കിടയിലും സമൂഹങ്ങൾക്കിടയിലുമുള്ള ബന്ധങ്ങളെ കീപ്പ് ചെയ്യുന്നതിലും നിരന്തരമായ സംവാദങ്ങൾ സംഘടിപ്പിക്കുന്നതിലും അങ്ങേയറ്റത്തെ താല്പര്യവും അദ്ദേഹത്തിന്റെ ഒരു താല്പര്യത്തെക്കുറിച്ച് അഷ്റഫ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പലപ്പോഴും പറയാറുണ്ട്. കൊച്ചേട്ടന്റെ താല്പര്യം ഈ വിഷയങ്ങൾ സംസാരിക്കുവാൻ പലപ്പോഴും ഇവിടെ സൂചിപ്പിക്കേണ്ടത് മണിക്കൂറുകളോളം ഫോണിൽ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു താല്പര്യത്തെ കുറിച്ച് ഇൻട്രസ്റ്റ് ആണ്. അത് ഈ യുവ എഴുത്തുകാരെ, യുവ പണ്ഡിതരെ, യുവ റിസർച്ച് സ്കോളേഴ്സിനൊക്കെ ധാരാളമായി ഉത്തേജിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ, അദ്ദേഹം നിർവഹിച്ചുള്ള ബൗദ്ധികമായിട്ടുള്ള സംഭാഷണങ്ങൾ, വേറൊരു കാര്യം അദ്ദേഹത്തിന്റെ വ്യതിരിക്തതകളോടുള്ള അദ്ദേഹത്തിന്റെ വിമർശകരോടുള്ള അദ്ദേഹത്തിന്റെ ഒരു അടുപ്പം കൂടിയാണ്. അത് CS മുരളി സാറ് എഴുത്തിനോട് സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ഒരേ സമയത്ത് വിമർശിച്ചുകൊണ്ട് തന്നെ ഒരുമിച്ച് നടന്നു പോകുന്ന, പോസ്റ്ററൊട്ടിച്ചു പോകുന്നതിനെ കുറിച്ച് വളരെ രസകരമായി മുരളി സാർ എഴുതുന്നുണ്ട്. അപ്പൊ ഒരേ സമയത്ത് തന്നെ എതിർപ്പുകൾ ഉണ്ടാകുമ്പോഴും അങ്ങേയറ്റത്തെ സ്നേഹത്തോടെയും വലിയ വിശാലതയോടെയും അത്തരം എതിർപ്പുകളെ കൊണ്ടു നടക്കാൻ കഴിയുക, അഭയോടുള്ള അതുപോലെ തന്നെ സംവാദത്തിന്റെ ശൈലി എന്ന് പറയുന്നത് നിശിതമായ സംവാദങ്ങൾ, അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ഭാഷയും സ്വഭാവം അറിയാം. നിശിതമായ സ്വഭാവത്തിലുള്ള സംവാദങ്ങൾ സംഘടിപ്പിക്കുമ്പോഴും അത് ഒരിക്കലും തന്നെ വിദ്വേഷത്തിന്റെയോ അകൽച്ചയുടെയോ തരത്തിലേക്ക് മാറാതെ വലിയ അർത്ഥത്തിലുള്ള സംവാദങ്ങൾ സ്നേഹത്തോടുകൂടെ സംവദിക്കുവാൻ കഴിയുന്ന, എല്ലാവർക്കും മാർത്തിലുള്ള അടുത്തു നിൽക്കുവാൻ കഴിയുന്ന സ്വഭാവത്തിലുള്ള ഒരു ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിലുള്ള ഒരു വ്യക്തിത്വമായിരുന്നു KK കൊച്ചി എന്നാണ്
ഞാൻ എൻ്റെ വായനയിലൂടെയും അദ്ദേഹത്തെ കേൾക്കുന്നതിലൂടെയൊക്കെ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ സംഭാവനകൾ വലിയ അർത്ഥത്തിൽ കേരളത്തെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരു സാമൂഹിക സാഹചര്യം രൂപപ്പെടുന്നതിൽ കെ കൊച്ചേട്ടന്റെ എഴുത്തും അദ്ദേഹത്തിന്റെ ഇടപെടലുകളും അതിനകത്ത് കൂടുതൽ ജനാധിപത്യവൽക്കരിക്കുന്നതിൽ, കൂടുതൽ സാമൂഹികമായിട്ടുള്ള പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക് ഇടം അനുവദിക്കുന്നതിനുമൊക്കെ ഈ സമൂഹം മുന്നോട്ട് പോകുന്നതിൽ കെ കൊച്ചേട്ടന്റെ ധാരാളം കണക്കിനുള്ള ഇടപാടുകളിൽ നിന്ന് കാണാൻ കഴിയും. അതിന്റെ തുടർച്ചകൾ ഉണ്ടാകേണ്ടതുണ്ട്. രഘുകുമാർ സാർ ഇവിടെ ചില കാര്യങ്ങൾ അതിന്റെ ഭാഗമായി സൂചിപ്പിക്കേണ്ടായി, ചില സാധ്യതകളെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഈ വെൽഫെയർ പാർട്ടിയതിനപ്പുറത്ത് തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് കെ കൊച്ചേട്ടൻ അധികം വായിക്കുകയും ഇടപെടുകയും ചെയ്ത ആളുകളുടെ സ്വഭാവത്തിൽ അത്തരം ആശയങ്ങളെ കൂടുതൽ വികസിപ്പിക്കുവാൻ കഴിയേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.